ഹേ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതൊന്നും ഇത്ര പെട്ടെന്ന് വ്ളോഗായിട്ട് വന്നിരുന്നത് അല്ലേ? ഇടയ്ക്ക് ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുക്കലുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഡെലിവറിക്ക് മുന്നേ ഉള്ള ഒരു ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ജെറി വരുന്നുണ്ട്, അതായത് ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ സ്പെഷ്യലെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത് രാവിലെ മുതലുള്ള കാര്യങ്ങളല്ല, വൈകുന്നേരം പെട്ടെന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടെടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാലേ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ രാവിലെ മുതലുള്ള റുട്ടീനല്ലേ നിങ്ങൾ കാണൽ. ഇന്നിപ്പം ഞാൻ വൈകുന്നേരം മുതൽ ഷൂട്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. ഓൾറെഡി ഇങ്ങനെ ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മുറ്റത്തെ കാടെല്ലാം മൊത്തത്തിൽ ബൈക്ക് സെറ്റാക്കിയിട്ടുണ്ടേനു. ബൈക്ക് മീൻസ് കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടേനു. മൊത്തം കാട് എന്താ പറയുക, വെട്ടി സെറ്റാക്കിയിട്ടുണ്ടേനു. അപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മുറ്റത്ത്. കാരണം ഇപ്പം നല്ല വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴ നിൽക്കുമ്പോഴത്തേക്ക് വെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ചൂടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാടല്ല പുല്ല് വെട്ടിയമ്പാടായതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ, ഈ പുല്ല് ഇനി വളരൂലി ഒളി എന്നുള്ളൊരു ടെൻഷൻ. കാരണം അമ്മാതിരി വെയിലാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കലാണ്. വൈകുന്നേരമില്ലേ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്തെല്ലാം ഇറങ്ങിയിട്ട് കാറ്റെല്ലാം കൊണ്ടിട്ട് നടക്കാൻ നല്ല രസമാണ്. ആദ്യമൊന്നും എനിക്ക് ഈ ശീലങ്ങളൊന്നും ഇല്ലേനു, ഇപ്പം നല്ല രസമാണ് കേട്ടോ. വൈകുന്നേരത്തെ കാറ്റെല്ലാം ഇങ്ങനെ ഊഞ്ഞാലാടിയിട്ട് കൊള്ളാനെല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ വീഡിയോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് ഷയാനും ഉപ്പയും ഇതാ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ഓനിവിടെ മഗ്‌രിബിന് ശേഷം ദർസിൽ പോക്കുണ്ട്. പിന്നെ ഒരു മഗ്‌രിബ് മുതൽ ഇശാ നിസ്കാരം കഴിയുന്നവരെ ആ ഒരു ടൈം വരെ പോക്കുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 9 മണിയാവും കേട്ടോ വരാൻ വേണ്ടിയിട്ട്. പഠിക്കലെല്ലാം അത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇവിടെ മദർസയിലായിട്ട് പോകുന്നില്ല, നാട്ടിലത്തെ രാവിലത്തെ മദർസയിലും പോകുന്നില്ല. ഓന് മജ്‌ലിസിലാവും, അതായത് ഓൻ പഠിക്കുന്ന സ്കൂളിലെ മദർസയിൽ തന്നെയാണ് പോക്ക്. അതുകൊണ്ട് രാത്രിക്ക് കുറച്ച് സമയം ദർസിൽ പറഞ്ഞേക്കലുണ്ട്. രാവിലെ വാന് വരും, ഒരു 7:45 7:50 ആകുമ്പോഴത്തേക്ക് വാന് വരും. അപ്പോൾ രണ്ടും കൂടി പ്രഷറാണ്, സ്കൂളിൽ പോക്കും ഫുഡ് കൊടുക്കലും ഇതെല്ലാം കൂടി പ്രഷറായതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞേക്കാത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെ വീഡിയോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറലാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വ്ളോഗിൽ കമൻസ് കണ്ടിട്ടുണ്ടേനു അതായിരിക്കും എടുക്കുന്ന വീടാണ്, അത് അനിയത്തിക്ക് എടുക്കുന്നതാണ് കേട്ടോ. മറ്റേത് ഉമ്മാൻ്റെ വീട്, എൻ്റെ വീട് പിന്നെ എൻ്റെ സ്വന്തം വീട്, പിന്നെ അനിയത്തിൻ്റെ വീട്. ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മളെ നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 8 മണി ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. നാളെയാണ് കേട്ടോ ജെറി വരുന്നത്. രാവിലെ ഒരു 10:30 ആ ഒരു ടൈമാണ് എത്തുക. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഫുഡ് ഉണ്ടാക്കൽ നടക്കൂലെന്ന് വിചാരിച്ചിട്ട് ഫുഡല്ല, ഉച്ചക്കത്തേക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രിക്ക് മസാല ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണിയാടെ ഒരുങ്ങിയല്ലോ. വേഗം മസാല സെറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് രാവിലെ തന്നെ ചോറാക്കിയിട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ പണിയാടെ ഒരുങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോ അല്ല, 2.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മ ഉള്ളിയെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളാണ്, ഒന്ന് പാത്രം കഴുകൽ, ഒന്ന് ഉള്ളി തോലി കളയൽ. ഉള്ളി തൊലി കളയുന്ന സമയത്ത് എനിക്കിങ്ങനെ കണ്ണിന്നിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. കട്ട് ചെയ്യുമ്പം പ്രശ്നമില്ല കേട്ടോ, പക്ഷെ തൊലി കളയുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബാണ്. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് തീർത്തതേനു. അപ്പോൾ എന്തായാലും ബിരിയാണിക്ക് മസാല ഞാൻ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കലാണ്. ഇഷമോള് ഞാൻ ഉമ്മാൻ്റെ അടുത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നാലേ എൻ്റെ പണി വേഗം ഒരുങ്ങൂ, അല്ലെങ്കിൽ പിന്നെ ഓൾ എൻ്റെ ഇടയ്ക്കിൽ വന്ന് ഇതാക്കി പിന്നെ ലേറ്റ് ആവും. അതുകൊണ്ട് ഓളെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ക്രഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉള്ളി കട്ട് ചെയ്യണം, തക്കാളി ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓൾറെഡി എല്ലാവർക്കും അറിയാം, കാരണം ഞാൻ എപ്പോഴും അധികം ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി തന്നെയാണ് നമ്മളെ ബീഫ് ബിരിയാണി. ഒറ്റൊരു മസാലപ്പൊടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെയൊന്നല്ല, ഞാൻ കട്ട് ചെയ്യുന്നതിനെ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യൽ. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഈ ഒരു മസാല ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഏകദേശം ഒരു 2 കിലോ ബീഫാണ്, 2.25 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കിലോ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം കുക്കറിൽ സ്ഥലമില്ലേനു, അതുകൊണ്ട്. അപ്പോൾ ഇതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം പിന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട്, ഒരു സ്മെല്ല് നല്ലൊരു ചൊയ്യാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഉള്ളി വാടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 12-13ഓളം ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഉള്ളിയാണ്. ഇനി ഇതാ ഉപ്പും കൂടി ഇട്ടിട്ട് വാടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് ടൈം. അപ്പോഴത്തേക്ക് നമുക്ക് കച്ചമ്പറ ഉണ്ടാക്കിയെടുക്കണം. കച്ചമ്പറ മീൻസ് സലാഡ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒരു 10 മിനിറ്റോട് നല്ലോണം വാടി കിട്ടും. ആ ഒരു ടൈം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല, ക്രഷ് ചെയ്തെടുക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് അതും വാടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വാടി വരുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളെ കച്ചമ്പറ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സുർക്ക ഇന്നിട്ട് കൊടുക്കൂല, അതായത് വിനെഗർ. അത് നമ്മൾ നാളെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ നാളത്തേക്കാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാന്ന് കേട്ടോ ചെയ്യാം. പിന്നെന്തോ ഉണ്ടാക്കാനുണ്ട്, ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. ടൈമുള്ളതുകൊണ്ട് ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും എല്ലാം ഫ്രിഡ്ജിലേക്ക് കൊണ്ടേക്കലാണ് കേട്ടോ. അതായത് നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ തന്നെ ബാക്കി ഒരിക്കലും അതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പണി വേഗം ഒരുങ്ങിക്കിട്ടും. നമ്മളൊരു 2 മണിക്കൂറോട് ചെയ്ത് തീർക്കേണ്ടത് ഒരു 1.5 മണിക്കൂർ ആ ഒരു ടൈം കൊണ്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ടൈം ലാഭിക്കുന്ന ഒരു നല്ലൊരു കഴിവ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ വർക്ക് ഏരിയയിലേക്ക് നമ്മൾ മാറിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് ആടുന്ന് വാടട്ട്, അപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചി ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ പെരുന്നാൾക്കുള്ള ഒരു 2 കിലോ ബീഫിനാണ് കേട്ടോ മസാല ഉണ്ടാക്കിയെടുക്കൽ. ഇന്നിപ്പോൾ ജെറിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് ക്വാണ്ടിറ്റി അധികം വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേങ്കിൽ കൊള്ളൂല എന്നുള്ളൊരിത് തോന്നിയതുകൊണ്ട് ഞാനൊരു കുറച്ച് ഇറച്ചി പീസ് മാത്രം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലേക്ക് കഴുകാണ്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇറച്ചിപ്പത്തില എന്തെങ്കിലും മസാലയെല്ലാം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഇറച്ചിയെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇറച്ചി ഒരു 150 വെള്ളത്തിൽ കഴുകിയാലും എനിക്കൊരു തൃപ്തിയാവില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ നമ്മളെ പൊടിപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ. ഇപ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് 2 മാഗി ക്യൂബും പിന്നെ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റ് ബേസ് രസം ഉണ്ടാവോ ഇല്ലേ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഞാൻ മുളക് പൊടിയോ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ.
ഇത് എങ്ങനെയുണ്ട്, നമുക്ക് എപ്പോഴും ഒരേ മോഡലല്ലാണ്ട് മാറ്റി പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു സ്പൂണിന് 2 സ്പൂണ് ചില്ലി ഫ്ലെക്സും പിന്നെ ഒരു 2.25 ആ ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ പൊടിപ്പിക്കേണ്ടതാണ് കേട്ടോ. വാങ്ങിച്ച ഗരം മസാലപ്പൊടിയിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഗരം മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടിൻ്റെ മിക്സ് കിട്ടും, പൊടിപ്പിക്കാനുള്ള മിക്സ് കിട്ടും. അത് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാന്ന് കേട്ടോ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇറച്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മസാലപ്പൊടി കുറവെല്ലാമായിട്ട് തോന്നും, പക്ഷേങ്കിൽ ഇത് കുക്കർ വിസിലെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല ഡാർക്ക് തിക്നെസ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ലാസ്റ്റ് മല്ലിച്ചപ്പും പുതിനച്ചപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ വിചാരിച്ച് രാവിലെ ഉണ്ടാക്കിയെടുക്കുക ഫ്രൂട്ട് സലാഡെന്ന്. പിന്നെ വിചാരിച്ച് കുക്കർ വിസിൽ വരുന്നവരെ എന്തായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പണിയാടെ ഒരുങ്ങിയല്ലോ. അപ്പോൾ നമ്മളിതാ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. നമ്മളടുത്തുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനൊരു 2 ആപ്പിള്, പിന്നെ 2 നേന്ത്രപ്പഴം, 3 ചെറിയ പഴം, പിന്നെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി, ചെറി, ഉറുമാമ്പഴം ഇതെല്ലാം വെച്ചിട്ട് ഇതെല്ലാം ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളാണ് കേട്ടോ, അത്രയ്ക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ട് സലാഡാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉറുമാമ്പഴം ഞാൻ തൊലികളിയില്ല കേട്ടോ, ആ ഒരു വൃത്തികെട്ട ശീലം എനിക്കില്ല. കാരണം കൈക്ക് നല്ല കറിയാവും, എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഉറുമാമ്പഴം തൊലി കളിയുന്നത്. നമ്മളെ കുക്കർ ഇങ്ങനെ വിസിലടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കട്ടിങ്ങും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടിന്ന് മിൽക്കി മെയ്ഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കില്ലേ നെസ്ലേനേക്കാളും ഈ ഒരു അമൂലിൻ്റെതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ടേസ്റ്റ് വൈസ് ആയിക്കഴിഞ്ഞാലും തിക്നെസ് ആയിക്കഴിഞ്ഞാലും ഇതാണ് കേട്ടോ നല്ലത്. പിന്നെ ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈം തന്നെ. പിന്നെ നമ്മൾ കഴിക്കാൻ നോക്കുന്ന സമയത്തും കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കൂട്ടിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡിൻ്റെ പണിയും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കലാണ് കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ക്ലീൻ ആക്കി കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകുമ്പോഴത്തേക്ക് നമ്മളെ കുക്കർ സെറ്റാവും, പ്രഷറെല്ലാം പോയിട്ട് സെറ്റാവും. ആദ്യം അതായത് നമ്മൾ മെയിൻ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എല്ലാ തട്ടുമ്മലും സാധനങ്ങളായിട്ട് നിറയുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് കിച്ചണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതായത് എല്ലാം അടുത്തടുത്ത് ഉണ്ടാവുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ആദ്യം ഞാൻ ഷോ കിച്ചൺ ആക്കൂല, വെറുതെ വെക്കൂല എന്നെല്ലാം വലിയ ഡയലോഗെല്ലാം പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. പിന്നെ ഞാൻ തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് മാറുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചപാടും ഉമ്മ ഉറുമാമ്പഴം തൊലി കളഞ്ഞിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി പിന്നെ ഫ്രൂട്ട് സലാഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ വിസിലെല്ലാം അടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രഷർ ഒന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. പിന്നെന്താ, കുക്കറിലെ നമ്മളെ ബീഫ് വെന്തിനോ നോക്കിയിട്ട് വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ
എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാലോ എനിക്കിഷ്ടമില്ലാത്ത പണി എന്താ, പാത്രം കഴുകൽ. കഴിഞ്ഞ വ്ളോഗിലില്ലേ ഡിഷ് വാഷർ വാങ്ങിയാൽ പോരെ എളുപ്പപ്പണിയല്ലേന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിഷ് വാഷർ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളെ ഇന്ത്യൻ, അതായത് നമ്മളൊരു നാട്ടിൽ ഡിഷ് വാഷിനെ കൊണ്ട് വലിയ ഒരു ഉപകാരം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ചട്ടിയും ഇതെല്ലാം ഇടാൻ പറ്റും. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ റിവ്യൂസ് എടുത്ത് നോക്കിയ സമയത്ത് അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാ വേസ്റ്റും നമ്മൾ കളഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കണം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കഴുകിയിട്ട് നമ്മളെ പണിയെ നോക്കിയിട്ട് പോവാം. അപ്പോൾ ഡിഷ് വാഷ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് വലിയ അത്ര ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങിക്കായിട്ടാണ് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മളെ പാത്രം കഴുകൽ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്ത് സ്പീഡിലാണ് കഴിഞ്ഞാലേ ടൈം ലാപ്സിലിട്ടിട്ടൊരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ നമ്മളെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് വെന്തിനോന്നൊന്ന് നോക്കണം. ബീഫ് നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കാം. പിന്നെ ഇല്ലേ നമ്മൾ ബീഫ് മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഉള്ളിയിൽ നിന്നും ഇറച്ചിയിൽ നിന്നും അത്യാവശ്യത്തിനുള്ള വെള്ളമെല്ലാം അതിലേക്ക് വരും. പിന്നെ അതിൻ്റെ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ സമയം ഏകദേശം ഒരു 9:50 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോക്കാന്ന്. ഇഷമോൾ ഇത്ര സമയമൊന്നും അപ്പുറത്ത് നിൽക്കൂല കേട്ടോ. പിന്നെ എനിക്ക് പണിയുള്ളതുകൊണ്ട് ആടെ ആക്കിയിട്ട് അങ്ങനെ വന്നതാണ്. ഷയാനും എല്ലാം ഇപ്പുറത്താണ് കേട്ടോ ഉള്ളത്. എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ വിളിച്ചിട്ടുണ്ടേനു കേട്ടോ. ഞാൻ പറഞ്ഞു എൻ്റെ പണി ചെയ്യാണ്ട് വരുകയില്ല, പിന്നെ വീണ്ടും പോയിട്ട് പണിയെടുക്കലിൽ നടക്കൂല, അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ എല്ലാവരും ഫുഡ് അടിയും കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. അനിയത്തി ഇത് അവിടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് അടിയില്ലേ രാത്രിക്കത്തെ വേഗം കഴിയും, അതായത് കുറച്ച് നേരത്തെ കഴിയും. ഒരു 9:30-9 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡെല്ലാം വേഗം കഴിച്ച് കഴിയലുണ്ട്. പക്ഷേ ഉറങ്ങാനും നല്ല ലേറ്റ് ആകും കേട്ടോ. 10, 11:30, 12 മണിയെല്ലാം ആകും കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുഡ് അടി വേഗം കഴിയും. നമ്മൾ അനിയത്തി ഇതാ ഇവിടുന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാത്രി എൻ്റെ ഡ്യൂട്ടിയാണ് കിച്ചൺ ക്ലീനിങ്. പാത്രം കഴുകലോളും പിന്നെ കിച്ചൺ ക്ലീനിങ് എൻ്റെതാണ്. ഇന്നിപ്പം എനിക്ക് വേറെ പണിയുള്ളത് കൊണ്ട് ഓള് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒറോട്ടി തന്നെ. ഒറോട്ടിയും നല്ല ആഗോലിക്കറി, ആഗോലി മുളകിട്ടത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് ഉറങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കുറേ ആയി ഞാനിങ്ങനെ തൊപ്പിയിട്ടിട്ട് മൈലാഞ്ചി ഇടണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മനസ്സിലിങ്ങനെ പൂതിയായിട്ട്. അപ്പോൾ ഇന്നെന്തായാലും പൂതി പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട, ഇന്നിടാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. കുറേ കാലമായിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓതുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടേനു നമ്മളെ നെയിൽ കോൺ അല്ലാത്ത ഹാൻഡ് കോണ്. അപ്പോൾ ഞാൻ അതിട്ടിട്ടുണ്ട്. പിന്നെ നെയിൽ കോൺ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മൈലാഞ്ചിക്ക് ഭയങ്കര ക്രേസാണ് കേട്ടോ. ഇപ്പോൾ നഖം വളരുന്നതിനനുസരിച്ചിട്ട് ഞാൻ മൈലാഞ്ചി ഇടും, അങ്ങനെയാണ് കേട്ടോ. പിന്നില്ലേ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ മൈലാഞ്ചി രാവിലെ കഴുകുന്ന സമയത്ത് കുറേ ആളെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ എണീക്കലില്ലേ, നിസ്കരിക്കലില്ലേ, രാവിലെ ആണല്ലോ കഴുകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. രാവിലെ കഴുകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇടലുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇടുന്നില്ല, കാരണം അത്യാവശ്യം നല്ല ചോപ്പുണ്ട്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ എണീച്ച സമയത്ത് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോപ്പ് കുറവാണ്, കുറച്ച് നേരത്തെ കഴുകിനല്ലോ. പക്ഷെങ്കിൽ കുറച്ച് ടൈം ഞാൻ വിചാരിച്ചല്ല പെട്ടുപോയോളി, തീരെ കളറില്ലല്ലോ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ഇത് വന്നിട്ടുണ്ടേനു കേട്ടോ. നല്ലൊരു സ്റ്റെയിൻ വന്നിട്ടുണ്ടേനു, നല്ല കളറായിട്ടുണ്ടേനു കേട്ടോ. കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇന്ന് സ്കൂളുള്ള ദിവസേനു. ഷെയാനോട് ഞാൻ പറഞ്ഞിട്ടില്ല ജെറി ഇന്നാ വരുന്നെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം സ്കൂൾ എന്തായാലും മിസ്സാകും, പോവില്ല. അതുകൊണ്ട് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച്. വെറുതെ എന്തിനാ സ്കൂള് കളയുന്നത്, ഇപ്പോൾ അധികം ലീവല്ലേനോ. ഓന് അങ്ങനെയായിട്ട് ലീവ് എടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷമെല്ലാം ഒരു 1.5-2 മാസമെല്ലാം ലീവായിട്ടുണ്ടേനു കേട്ടോ. നമ്മളിടയ്ക്ക് സൗദിയിലെല്ലാം പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കൂടുതൽ ലീവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനോട് പറഞ്ഞിട്ടില്ല ഞാൻ. അങ്ങനെ അവൻ്റെ ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെയുള്ള പാലും മുട്ടയും ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ.
ആകെ കൂടി ഓൻ തിന്നുന്ന ഒരു സാധനമാണ് ഈ ഒരു മുട്ടയും ഇതും. അവൻ നിർബന്ധിക്കണം കേട്ടോ, നിർബന്ധിച്ചാൽ വേണമെങ്കിൽ തിന്നാന്നുള്ള ഒരു ഇതിലാണ് ഓൻ്റെ ഫുഡ് അടി. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നതാണ്. ഇശമോൾ എണീക്കല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കേട്ടാ. ഇന്ന് കുറച്ച് പണിയുണ്ട്, കാരണം എയർപോർട്ടിൽ പോകണം, കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അതുകൊണ്ട് തന്നെ നമ്മളെ അടിച്ചുവാരലെല്ലാം വേഗം തന്നെ പണിയൊരുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നലെയല്ല മിനിഞ്ഞാന്ന് മൊത്തത്തിൽ ഡീപ്പായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 ദിവസം കൂടുമ്പോൾ തുടക്കലെന്ന്, അത് മഴക്കാലത്താണ് കേട്ടോ. വേനൽക്കാലത്ത് അതായത് മഴയെല്ലാം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ച 5 ദിവസം കൂടുമ്പോൾ തുടക്കേണ്ടി വരും, പൊടിയെല്ലാം വരും. മഴക്കാലത്ത് പൊടി പോയിച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം നമ്മൾ കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ലല്ലോ, ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 5 ദിവസം കൂടുമ്പോൾ തുടക്കലുണ്ട്. കുറേ കമൻസ് അതും കണ്ടിട്ടുണ്ടേനു കേട്ടോ ലാസ്റ്റ് വ്ളോഗിൽ. ഡെയിലി തുടക്കുന്നവരുണ്ടോ എന്നെപ്പോലെ എന്നെല്ലാം പറഞ്ഞിട്ട്. ഡെയിലി തുടക്കുന്നവരുണ്ട്. നമ്മളപ്പുറത്തെ വീട്ടിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് തുടക്കൽ, കാരണം നമ്മളെല്ലാ ടൈമും ആടെയാണല്ലോ ഉണ്ടാവില്ല, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കാത്ത വീട് പിന്നെ അതായത് ഡെയിലി തുടക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അപ്പം അങ്ങനെയെല്ലാം. പിന്നെ ഞാനാണെങ്കിൽ 10 ദിവസം കൂടുമ്പം തുടക്കുന്നത് അതായത് ഒരു റൂം തന്നെ ഒരു 3 വെള്ളത്തിലെല്ലാം തുടച്ചെടുക്കലുണ്ട്. നമുക്കങ്ങനെ കൂടുതൽ പൊടി വരാനുള്ള ചാൻസ് ഒന്നും ഇല്ല, കാരണം കുന്നിൻ്റെ മേലയിലാണ്, മെയിൻ റോഡുമ്മലെല്ലാം പൊടിയാവാനുള്ള ചാൻസ് നല്ല കുറവാണ്. എല്ലാ വീടിനെ അപേക്ഷിച്ചിട്ടും നമുക്ക് നല്ല കുറവാണ് കേട്ടോ പൊടി വരാനുള്ളത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട്. ഡെയിലി ഇപ്പം അതായത് കുറച്ച് കാട്ടം മാത്രമേ ഉണ്ടാവും. കാട്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടം മീൻസ് നമ്മളെ കണ്ണൂരിൽ വേസ്റ്റ് എന്നാട്ടാ പറയുക. ചാടൽ എന്ന് പറഞ്ഞാൽ കളയൽന്ന്. അതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻസ്. ഞാൻ ഇങ്ങനെ കമൻസിൽ ഇങ്ങനെ വായിച്ചിരിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. പിന്നെ സമയമുള്ള സമയത്തെല്ലാം ഞാൻ റിപ്ലൈയും കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത്ര വലിയ കാട്ടമൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് വാരി എടുക്കണം. പിന്നെന്താ, ഇനിയിപ്പോൾ പോകാനുള്ള ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കണം. പിന്നെ മസാല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉമ്മയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ അത് ദമ്മിടുക എനിക്ക് വേണ്ടു. അങ്ങനെ മുറ്റെല്ലാം അടിച്ച് വാരി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അനിയത്തിൻ്റെ മോന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓന് KMJയിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഇശമോള് എണീറ്റിട്ടുണ്ട്. മസാലയിൽ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, പക്ഷേ അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. ഉള്ളിൻ്റെയും ഇറച്ചിൻ്റെയും വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് ഷെയാന് ബ്രെഡ് വാട്ടിയതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, റൊട്ടി വാട്ടിയ. അപ്പോൾ അത് ഞാൻ 2 എണ്ണം എനിക്ക് തിന്നാൻ വേണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. ഉമ്മയാണ് കേട്ടോ ലഞ്ച് ബോക്സും സ്നാക്ക് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കൽ. എപ്പോഴും സ്നാക്ക് ഇങ്ങനെ ആക്കലില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാം കൊടുക്കലുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ റൊട്ടി വാട്ടിയത്, കായ് വാട്ടിയത് അങ്ങനെയല്ലോ. അപ്പോൾ ഞാൻ മസാലയോടെ അടുപ്പത്ത് വെച്ച് പിന്നെ ഒന്ന് പല്ലേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ ബത്തക്ക എന്നെ നോക്കിച്ചിരിക്കുന്നു. ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചുകൂടെയെന്ന് പറഞ്ഞിട്ട്, തണുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ പണിയാടെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് ബത്തക്ക മുറിക്കണ്ടല്ലോ. അപ്പോൾ അതും മുറിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ നെസ്കഫേൻ്റെ കോഫി ഉണ്ടല്ലോ, ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ എനിക്ക്. ഒരു ടൈം അതായത് ഒരു പാക്ക് ഞാൻ അതായത് ഒരു 10-20 ദിവസം കൊണ്ടെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ അധികം കോഫി കുടിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചതേനു. കട്ടൻ ചായ തന്നെയാണ് കേട്ടോ ബെസ്റ്റ്, നല്ലത്. അപ്പോൾ നമ്മളെ ബത്തക്കയും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ നമ്മളെ ഫ്രൂട്ട് സലാഡ്, കച്ചമ്പറ, പിന്നെ നെയ്പ്പത്തിലിന് അരി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിയാപ്പിളയെല്ലാം വരുന്നതാണല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ട് സ്പെഷ്യലോടുള്ള മംഗലം ആയിരിക്കും. ഇപ്രാവശ്യം അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഉണ്ടാവില്ല, കാരണം ഡെലിവറിക്ക് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. സ്പെഷ്യൽ തിന്നാനുള്ള ടൈമൊന്നും കിട്ടൂല എന്തായാലും. പിന്നെ പള്ളിയിലെ ചോറ് എടുത്ത് വെക്കണേന്ന് ചെറിയ പറഞ്ഞിട്ട് കുറച്ച് അതും എടുത്ത് വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അതും ഫ്രിഡ്ജിലുണ്ട്, അതെല്ലാം ഒന്ന് ചൂടാക്കണം ഇനി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതും കുടിച്ചിട്ട് നമ്മളെ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ കിടക്കുന്ന റൂമിൽ.
ഇത് ഞാൻ അന്ന് നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വ്ളോഗിൽ തന്നെയല്ലേ ആ വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ അവിടുന്ന് സാഗരയിൽ നിന്ന് വാങ്ങിച്ചത് ആ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അത് പിരിക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് പിരിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി കാണാം. ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ബെഡില്ലേ അത് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുവരെ ആരും കടന്നിട്ടൊന്നുമില്ല കേട്ടോ, മാറ്റി പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഒരേപോലത്തെ പിരിച്ച് ശീലമായതുകൊണ്ട് അതും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, മേലത്തെ 2 ബെഡിലും ഒരേപോലത്തതും താഴത്തെ 2 ഒരേപോലത്തെ അങ്ങനെ പിരിച്ച് ശീലമായതുകൊണ്ട് പിന്നെ എന്തോ ഒരു പോലെ കേട്ടോ. അത് വേറെ ഇത് വേറെ ആകുമ്പോൾ നമുക്കൊരു രസം കിട്ടുന്നില്ല. അപ്പോൾ 2ഉം കൂടി അങ്ങ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോക്കാം. ശരിക്കും അടിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കണം. അത് ഒരു ശീലമായിപ്പോയി കേട്ടോ, രാവിലെ തന്നെ ഇങ്ങനെ മാച്ചിലെടുത്ത് നടക്കൽ. അടിച്ചു വരാത്ത ദിവസമില്ലേ എനിക്കില്ല എന്തോ ഒന്ന് ഒഴിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും മതി, എന്നാൽ പിന്നെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതാണ് എന്താ ഒഴിഞ്ഞ പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മതി, എന്നാൽ പിന്നെ അടിച്ചു വാരിയിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്ന്. അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി എടുക്കലുണ്ട് ഡെയിലി. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ പരിപാടി നമ്മളെ നിക്കാബും ഇതെല്ലാം ഒന്ന് ഇസ്തിരി ഇട്ട് വെക്കണം. ഇശമോളെ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് റെഡിയാക്കി വെക്കണം. പിന്നെന്താ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോകണം. ഈ ഒരു പർദ്ദയില്ലേ ഞാൻ സെയിലാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതേനു. നല്ല അടിപൊളി പർദ്ദയാണ് കേട്ടോ. പക്ഷേങ്കിൽ ആർക്കും ആ ഒരു ഗ്ലേസിങ് ഇഷ്ടമല്ലാന്ന് തോന്നട്ടോ. പിന്നെ ഞാൻ വെച്ചിട്ട് കാര്യമില്ലാന്ന് വെച്ചിട്ട് ഞാൻ തന്നെ യൂസാക്കിയിട്ടുണ്ടേനു. ഞാൻ യൂസാക്കിയ കണ്ടേരും പിന്നെ എല്ലാവർക്കും അതിന് ആവശ്യമായി കേട്ടോ. ശരിക്കും ഞാൻ സെയിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ടേനു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ തുണി അതേതാന്നെല്ലാം ചോദിച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അത് കുറേ കാലമായിട്ട് എൻ്റെ അടുത്തുള്ളതേനു. അപ്പോൾ അതിടാന്ന് വിചാരിച്ചേട്ടാ. പിന്നെ മെയിലാഞ്ചി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ചുവപ്പ് വരുന്നുണ്ട്, നല്ലൊരു സ്റ്റെയിന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇഷമോക്കിലെ ഈ ഒരു വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ, വൈറ്റ് ഫ്രോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം കുറച്ച് ലുക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് നല്ല മൊഞ്ചാക്കിയിട്ട് കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഓക്കാണെങ്കിൽ നല്ല പിന്നെ ഇതാണ് എന്താ പറയുക, കഫ്കട്ടും ജലദോഷമെല്ലാം ആയിട്ട് 2-3 ദിവസമായിട്ട് നല്ല സൈഡാണ് കേട്ടോ. അവളെ കോലയെ ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മുടിയെല്ലാം വാരി സെറ്റാക്കി കൊടുത്ത് നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3 പ്രാവശ്യം ജെറി വന്നേരം ജെറി എത്തിച്ചാണ് കേട്ടോ നമ്മളെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ജെറി എത്തുന്നതിന് മുന്നേ എത്തണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ തിരക്ക് കൂട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഉപ്പയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ജെറിൻ്റെ ഉപ്പയും ഉമ്മയും എയർപോർട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോക്കാണ്. ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ചാണ് കേട്ടോ. കാണാൻ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു എയർപോർട്ടാണ്. പക്ഷേ ഫ്ലൈറ്റുകൾ കൂടുതൽ ഓടാത്തതും ഫ്ലൈറ്റുകൾ വരാത്തതുമായ ഒരു എയർപോർട്ട് കൂടിയാണ് കേട്ടോ നമ്മളെ സ്വന്തം കണ്ണൂർ എയർപോർട്ട്. അതെന്താ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ഒച്ചപ്പാടോ ഒരു ബഹളോ ഇല്ലാത്തൊരു സാധാരണ നമ്മളൊരു മാളിലെല്ലാം പോയൊരു ഫീലാണ് കേട്ടോ ഈ ഒരു എയർപോർട്ട്. കോഴിക്കോട് എയർപോർട്ടിലെല്ലാം പോയി കഴിഞ്ഞാലില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ഫീലിംഗ് ആണ്. കോഴിക്കോട് എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ കാണാൻ ചെറുതാണെങ്കിലും നല്ലൊരു വൈബാണ്. ആൾ വരുന്ന കാണാനും ആ ഒരു ഒച്ചപ്പാട് കാണാനെല്ലാം നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ജെറി എത്തിയിട്ടുണ്ട്. നമ്മളവിടെ എത്തലും ഒരു 5 മിനിറ്റ് 5-10 മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് ജെറി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജെറിനെയും കൂട്ടി നമ്മൾ പോക്കാന്ന്. ജെറിനെ കൂട്ടിയിട്ടില്ല, ജെറി നമ്മളെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നേരെ പുറക്കേക്ക് പോക്കാന്ന്. നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെ അതൊരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ദമാമിലേക്കുള്ള ഫ്ലൈറ്റെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും കോഴിക്കോട് വഴി പോകേണ്ടി വരും. ജെറി എന്തായാലും തിരിച്ച് കോഴിക്കോട് വഴി തന്നെ പോകേണ്ടി വരും. കാരണം 20 വരെ അങ്ങാറ്റേ ഉള്ളൂ കേട്ടോ ദമാമിലേക്ക് ഫ്ലൈറ്റ്. ഇങ്ങോട്ടും നിർത്തി വെച്ചെന്ന് തോന്നുന്നു.
ഉമ്മാനോട് ഞാൻ 1000 വട്ടം രാവിലെ കത്തൽ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. രാവിലെ ഫ്രൂട്ട് സലാഡോ പിന്നെ ചിക്കൻ റോൾ ഉണ്ടേനു കേട്ടോ ഫ്രിഡ്ജിൽ, അതും ചായയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. പക്ഷെ ഉമ്മ പിന്നെ ഒന്നും കേൾക്കൂല കേട്ടോ. ഉമ്മ ഒറോട്ടിയും നല്ല ആഗോലിയും അയിലിയും എല്ലാം പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പെരുന്നാക്കത്തെല്ലാം പോലെ കുറച്ച് നേരത്തെ ഉച്ചക്കത്തെ ഫുഡ് സെർവ് ചെയ്യാമെന്നേനു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഉമ്മ ഒറോട്ടിയും പിന്നെ മീൻകറിയും പൊരിച്ചും എല്ലാം ആക്കിയിട്ടുണ്ടേനു. ഗൾഫുകാർക്ക് പിന്നെ ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടം മൊറോട്ടി ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ മൊറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഉമ്മ ചോറും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദമ്മിടണം. ദമ്മിടൽ ഞാനാണ് കേട്ടോ. ആദ്യം മസാല ഇട്ട് പിന്നെ 3-4 ലെയറായിട്ട് ചോറും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉമ്മാൻ്റെ വരക്ക് തന്നെയാണ് കേട്ടോ ദമ്മിന് വെച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കലാണ് കേട്ടോ. കത്തലെല്ലാം മൊത്തം ഇപ്പുറത്തെടുത്ത് വന്ന് എന്നിട്ട് ചോറ് അപ്പുറം പോയി ദമ്മിട്ടിട്ടുണ്ട്. എന്നിട്ട് ഉമ്മ ചിക്കനെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളയെല്ലാം പെരക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയിട്ട് പൊരിക്കാമെന്ന് സമാധാനത്തിൽ. അപ്പോൾ അത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, വന്നപാട് ഫ്രൂട്ട് സലാഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വിചാരിച്ച് ജ്യൂസ് കൊടുക്കാമെന്ന്, പിന്നെ വിചാരിച്ച് മതി, ജ്യൂസ് അടിക്കലെല്ലാം ഒരു പണിയല്ലേ, ഫ്രൂട്ട് സലാഡ് ആകുമ്പോൾ പിന്നെ വേഗം കഴിഞ്ഞല്ലോ. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോൾ ആർക്കും വേണ്ടി വരില്ല. ഇതിപ്പോൾ വന്നപാടും ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മളെ ചിക്കൻ്റെ ട്രിപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം നമ്മൾ ദമ്മിനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ചോറെല്ലാം ദമ്മായി സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ബീഫ് ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചോറ് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മസാല അടിയിലത്തത് മൊത്തം മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വിളമ്പിയെടുക്കൽ. നമ്മളൊരു കണ്ണൂർ സ്റ്റൈൽ കല്യാണ വീടുകളിലെല്ലാം കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ ടൈപ്പ് ഓഫ് ബിരിയാണിയാണ് കേട്ടോ ഇത്. പിന്നെ 2 പണിക്കാരുണ്ടേനു, അപ്പോൾ അവർക്കും കൂടി ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഇതാ ഇനി ഫുഡ് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതെല്ലാം എടുത്ത് അപ്പുറം കൊണ്ടുപോയി വീണ്ടും ആടുന്ന് വിളമ്പി അതെല്ലാം ഒരു പണിയല്ലേ. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇവിടുന്ന് തന്നെ തിന്നാൽ, പിന്നെ ആദ്യം എടുത്ത് അപ്പുറം പോയി രാത്രി കാടുന്ന് തിന്നോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ട് ഫുഡ് ഇപ്പോൾ എവിടുന്ന് കഴിച്ചാലും നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്നായിട്ട് ഫുഡ് ഉണ്ടാക്കലില്ല, ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കൽ. പിന്നെ വേറെ പിന്നെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഫസ്നാൻ്റെ മാപ്പിളയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ സർപ്രൈസ് ആക്കിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഒക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ജെറിനോട് വരുന്ന സമയത്ത് പ്രത്യേകം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞൊരു സാധനമാണ് കേട്ടോ ഇത്, ബീലബാൻ. നമ്മളെ ഫേവറേറ്റാണ്. അപ്പോൾ അതും തിന്നണം. 3 ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ വീട്ടിൽ, ഒന്ന് ജെറിൻ്റെ വീട്ടിൽ, ഒന്ന് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ചോറെല്ലാം തിന്ന് കുറച്ച് സമയം കടന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടന്നെണീച്ച് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ റോള് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ റോളും ഒന്ന് ഡീപ്പ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ചായയും സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ ചായൻ്റെ കടി സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ ചിക്കൻ റോളും കേക്കും പിന്നെ മരുന്നുണ്ടല്ലോ, നമ്മളെ കർക്കിടക മരുന്ന്, അതും പൊരിയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ ചായയോടി കഴിഞ്ഞ് നമ്മളെ മരിപുസ്കാരെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ പെട്ടി പൊളിക്കലാണ്. പെട്ടിയിൽ കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. എൻ്റെ നിക്കാബ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അത് ഉണ്ട്, നിക്കാബ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് പറയാം. പിന്നെ എനിക്കൊരു പർദ്ദ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പിന്നെ പെട്ടി പൊളിക്കലും ചോക്ലേറ്റ്സ് എടുക്കലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ഇശക്കുഷയാണ് എൻ്റെ മെയിനായിട്ട്. അവർക്ക് ഡ്രസ്സും ഷൂസും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ പെട്ടി പൊളിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ഫ്രൂട്ട് സലാഡ് തിന്നിട്ടുണ്ട്. ഉമ്മയെല്ലാം ഇപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഇപ്പുറത്തുണ്ട്. പിന്നെ ഫുഡ് രാത്രിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ആക്കിയിട്ടൊന്നുമില്ല. രാവിലത്തെ റോട്ടിയും ഉച്ചക്കത്തെ ബിരിയാണിയെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കളയേണ്ടി വരും വീണ്ടും ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ. ജെറിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഇരുന്ന് ടി വി കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു 11 ആകുമ്പോഴത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ലാസ്റ്റ് നമ്മളൊരു നാരങ്ങ വെള്ളവും കൂടി കുടിച്ചിട്ട് അന്നത്തെ ദിവസം എൻ്റെ പെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. ഇന്നത്തെ ഡേ ഓൾമോസ്റ്റ് ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ലൈറ്റെല്ലാം ഓഫാക്കി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. എന്നെപ്പോലെ പെർഫ്യൂം അഡിക്ഷൻ ഉള്ളവർ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടിപൊളിയാണ് കേട്ടോ. കിഡ്ലോസ്കി സ്മെല്ലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പിറ്റേന്ന് രാവിലെ എനിക്ക് നല്ല പണിയുണ്ട്. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്, ഇഷനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നിക്കാബെല്ലൊന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. 10 ദിവസം മുന്നേ ഞാൻ ഓർഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നിക്കാബ് വരുന്നത്. മീഡിയം സൈസാണ്. ഞാൻ യൂസ് ആക്കുന്നതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കൂടിയതാണ് കേട്ടോ ഇതും ഞാൻ യൂസ് ആക്കലുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ പാക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കിക്കോ. മെസ്സേജ് മാത്രം ആക്കിയാൽ മതി. കോൾ ഞാൻ എടുക്കലില്ല കേട്ടോ. നോട്ടിഫിക്കേഷൻ ഓഫാണ്. അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കിക്കോ. ഓർഡർ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 2 ദിവസം കൂടി ഈ വീഡിയോ ഇട്ട് ഒരു 2 ദിവസം മാത്രമേ ഞാൻ ഓർഡർ എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗ് നമ്മളെ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.